ഈ ബലൂൺ തോരണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ്? വോളണ്ടിയേഴ്സ് ആണോ? എവിടെ നിന്നാണ് എല്ലാവരും വരുന്നത്? എറണാകുളമാണ്. അപ്പൊ ഇന്ന് പ്രധാനമന്ത്രി വരുമ്പോൾ BJP പ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എല്ലാ വർഷവും അദ്ദേഹം വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് നോക്കാം, 2024 യുവം കഴിഞ്ഞതിന് ശേഷം ഈ 2 വർഷ ഗ്യാപ്പിനിടയിൽ തന്നെ അദ്ദേഹം എത്ര തവണയാണ് കേരളത്തിൽ വന്നു പോയിട്ടുള്ളത്, പ്രത്യേകിച്ച് എറണാകുളത്ത് വന്നു പോയിട്ടുള്ളത്. ഇവിടെ വരുന്ന ഓരോ സമയത്തും എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാതെ അദ്ദേഹം പോവാറില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നിട്ട് അദ്ദേഹം പോകാറുള്ളൂ. അപ്പൊ ഇത്തവണ നമ്മൾ വളരെ പ്രതീക്ഷയിലാണ്. ഒരു അതിവേഗ റെയിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രമാണല്ലോ തീരുമാനിക്കുന്നത്. നമുക്ക് അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ടേഷൻസ് അങ്ങനെയല്ല, ചെയ്യുന്നതെല്ലാം നമ്മുടെ നല്ലതിനായിരിക്കും എന്നുള്ളൊരു ശുഭ ആണ്. ശരി, നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ പിന്നെ BJP ഷോളൊക്കെ അണിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. NDAക്ക് വിജയം ഉണ്ടാകും. ഞങ്ങൾ മാറാത്തത് മാറ്റും. ആവേശത്തോടു കൂടി തന്നെയാണ് വെളുപ്പിന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് മോദിജിനെ സ്വീകരിക്കാനായിട്ട്. അദ്ദേഹം വരുന്നത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങനെ ഉണ്ടാവും, ഈ ഇലക്ഷനും ഉണ്ടാവും. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധവും ബഹിഷ്കരണവും ഒക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി വരുന്നില്ല, മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നാണ് അറിയിക്കുന്നത്. ഈ പദ്ധതി പ്രഖ്യാപന വേളയിൽ ആ ഉദ്ഘാടന സമയത്ത് മന്ത്രിമാരെ വിളിച്ചിട്ടില്ല എന്നുള്ള പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കി എന്നുള്ളതാണ് അതിന് പിന്നിലെ ആരോപണം. എന്താണ് അതിനോട് പ്രതികരണം പ്രവർത്തകർക്ക്? അതൊക്കെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മളതിനൊന്നും വകവയ്ക്കുന്നില്ല. നമ്മളെല്ലാവരും ഇപ്പൊ വളരെ എനർജറ്റിക് ആയിട്ട് മോദിജിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും എല്ലായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ദേശീയപാത ഉദ്ഘാടനം ചെയ്യുമ്പോൾ പൊതുമരാമത്ത് മന്ത്രി വരണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷെ ഈ പറഞ്ഞ പോലെ അതെല്ലാം അവരാണല്ലോ തീരുമാനിക്കണം. നമുക്ക് അതിനകത്ത് ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. ഇപ്പൊ അതോടൊപ്പം തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP എത്രമാത്രം മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വളരെ നല്ല ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ ഒരു ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. കാരണം കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. തീർച്ചയായിട്ടും കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നല്ല രീതിയിൽ മാറും എന്നുള്ള BJP ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പൊ നല്ല രീതിയിൽ വളർച്ചയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് വളരെ വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു പ്രതീക്ഷ നമുക്ക്. ഓക്കെ, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പോലെ ഉണ്ടാക്കിയ നേട്ടം കൊച്ചിയിൽ ഉണ്ടാകുന്ന പ്രതീക്ഷ അത് തീർച്ചയായിട്ടും നമുക്ക് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി പിടിച്ചല്ലോ, തീർച്ചയായിട്ടും കൊച്ചിക്ക് അത് വരും, കൊച്ചിയിലേക്കും വരുമെന്ന്. അതാണ് BJP പ്രവർത്തകരുടെ ആത്മവിശ്വാസവും അത് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കേരളം പിടിക്കാൻ പറ്റില്ല എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താം, അതിനോടൊപ്പം ആരെയൊക്കെ ഒപ്പം ചേർക്കാൻ കഴിയുമോ, അതിന് ഏറ്റവും ഒടുവിലാണ് 2020 പോലും സാബും ജേക്കബ് BJPയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ട്, എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ആണ് ആദ്യം അത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്. ന്യൂസ് 18 ആയിരുന്നു ആ ഒരു ബ്രേക്ക് ചെയ്തത്. 2020യും BJPയോടൊപ്പം ചേരുന്നു എന്നുള്ളത്. അങ്ങനെ ആരെയൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ, കേരളത്തെ അവിടെ എൽദോപോളും നവമിയുമുണ്ട്. മറൈൻ ഡ്രൈവ് അവിടെ കലൂരിൽ അവിടെയാണ് റോഡ് ഷോ ഉള്ളത്. പ്രവർത്തകരുടെ വലിയ ആവേശം അവർ പങ്കുവെക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും ഉണ്ട്. ആജ്ഞയും തൊട്ടടുത്ത് തന്നെ പരിസരത്തുണ്ട്. ആജ്ഞ വലിയ വികസന പദ്ധതികൾ പ്രതീക്ഷിക്കുന്നുണ്ട് മോദി വരുമ്പോൾ. എന്തൊക്കെയാണ് പ്രവർത്തകർ പറയുന്നത്? മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമീകരണങ്ങൾ ഉണ്ടല്ലോ കൊച്ചിയിൽ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, നമ്മളിപ്പോൾ കലൂരിലെ സ്റ്റേഡിയത്തിനടുത്ത് തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ചും നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉറ്റുനോക്കുന്നതും പ്രധാനമന്ത്രി എന്ത് പദ്ധതിയാണ് കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുക, എന്താണ് കേരളത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാന നേരിടുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട NDAയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ കൂടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നിരവധി കേന്ദ്ര പദ്ധതികൾക്കൊപ്പം NDAയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനം കൂടിയാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. എന്തായാലും വിവിധ പരിപാടികളിലാണ്. നമുക്കറിയാം, കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലെ പരിപാടിക്ക് ശേഷമായിരിക്കും അദ്ദേഹം കലൂരിലേക്ക് എത്തുക. കലൂരിൽ ഇവിടെ ഒരു BJP പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. റോഡ് ഷോ ഉണ്ടാകും. അതിനുശേഷം ആ പരിപാടികൾക്ക് ഇടയിലൊക്കെ ആയിരിക്കും അദ്ദേഹം വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. പക്ഷേ സംസ്ഥാന സർക്കാരിനെ, പ്രത്യേകിച്ചും പൊതുമരാമത്ത് മന്ത്രി ക്ഷണിക്കാത്തത് കൊണ്ട് മന്ത്രിമാരൊക്കെ സംസ്ഥാനം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും രാവിലെ 11:45 നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തുക. അതിനുശേഷം ഹെലികോപ്റ്ററിലാണ് 12:15 കൊച്ചി നാവിക ആസ്ഥാനത്തെത്തുന്നത്. 12:30 മറൈൻ ഡ്രൈവിലെ ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യും.
1:15 കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. അതിനുശേഷം വിവിധ പദ്ധതികൾ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. തുടർന്ന് 2:15 കലൂർ സ്റ്റേഡിയത്തിൽ രണ്ടാമത്തെ വേദിയിലാണ് NDA തെരഞ്ഞെടുപ്പ് റാലി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ആളുകൾ, അതായത് വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, വാഹന പരിശോധനകൾ ശക്തമാണ്, വാഹന ഗതാഗത നിയന്ത്രണം ശക്തമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് രാജ്യത്തിന് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ്. തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഡാനി പോൾ കൂടി അവിടെയുണ്ട്, മറൈൻ ഡ്രൈവിൽ. ഡാനി, അവിടെയാണ് ധീവര സഭയുടെ സമ്മേളനം. മോദി ആദ്യം പങ്കെടുക്കുന്ന പരിപാടി അതാണ്, കേരളത്തിലെ ആദ്യത്തെ പരിപാടി അതാണ്. നമുക്കറിയാം ഡാനി, അടുത്ത സമയത്താണ് ധീവര സഭ BJPയുമായി അടുക്കുന്നത്. ദിനകരൻ ധീവരസഭയുടെ നേതാവ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ധീവരസഭയ്ക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് BJP സർക്കാരാണ് എന്ന രീതിയിൽ ഇതൊരു മറ്റൊരു ഐക്യ പ്രഖ്യാപനമാകുമോ? രഞ്ജിത്ത, ഇതാ ധീവരസഭയുടെ അഖില കേരള ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഒരു യോഗമാണ് എന്നതെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കൃത്യമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു അജണ്ട ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ധീവരസഭ പറയുന്നത് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ തങ്ങളെ മാറ്റി നിർത്തുന്നു, തങ്ങൾക്ക് ഒരു പരിഗണനയും നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ കുറച്ചുകൂടി അനുഭാവത്തോടെ ചേർത്ത് നിർത്തിയത് BJP ആണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ സമർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ധീവരസഭയെ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആരും തന്നെ അത് പരിഗണിച്ചില്ല. ഇത് തങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിലും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന ആവശ്യത്തോട് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സംസാരിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ തന്നെ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയിൽ തങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് ധീവരസഭ പറയുന്നത്. ഈ വേദിയിൽ വെച്ച് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായ ഒരു സൂചിക തന്നെയായിരിക്കും അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന്. ഏതാണ്ട് 48ഓളം സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ധീവരസഭയ്ക്ക് പ്രാമുഖ്യമുണ്ട് എന്ന് തന്നെയാണ് സഭ പറയുകയും കണക്കുകൾ ഉദ്ധരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ തങ്ങളെ സഹായിക്കുന്നവരെ തങ്ങളും തിരിച്ചു സഹായിക്കുമെന്ന നിലപാടിനോട് കൂടുതൽ BJPയോട് NDAയോട് ചേർന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നതിനേക്കാളപ്പുറം രാഷ്ട്രീയപരമായും ഇതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ കുറേ നാളുകളായി അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലൂടെ പ്രധാനമന്ത്രിക്ക് മുന്നിലുണ്ട്. അത്തരം കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ മറൈൻ ഡ്രൈവിലാണുള്ളത്. മറൈൻ ഡ്രൈവിൽ ഈ സമ്മേളന സ്ഥലത്തേക്ക് ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 25,000-ലധികം പേർക്കാർ ഇതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് 1912 പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച വംശധാരണി സഭയാണ് പിന്നീട് ധീവരസഭയായെല്ലാം തന്നെ മാറുന്നത്. തീർച്ചയായും മറൈൻ ഡ്രൈവിലെ ആദ്യത്തെ പരിപാടി ധീവരസഭയുടെ പരിപാടിയാണ്. പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ വലിയ വലിയ പരിപാടികൾ, പദ്ധതികൾ, പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി വരുമ്പോൾ കേരളത്തിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.